അപ്പോഴേ നമ്മളിന്ന് വേറെ എവിടെയല്ല നിൽക്കുന്നത്, നമ്മളെ ഇബ്രാഹിം കാക്കാൻ്റെ വീട്ടിലാണ്. വലിയ വീഡിയോക്കല്ല, വലിയ വീഡിയോക്കിൽ ഇബ്രാഹിം കാക്കാൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇബ്രാഹിം കാക്കാൻ്റെ വീട്ടിലത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊക്കെ 7 ദിവസമായി അല്ലേ? ഇന്നൊക്കെ 7 ദിവസമായി ഞാനിവിടെ വന്നിട്ട്. ഈ 7 ദിവസത്തിൻ്റെ മുന്നേ ഞങ്ങൾ പരിചയപ്പെട്ടത് അവിടെ ഒരു കിണറ്റിലൊരു പാമ്പ് വീണിട്ട് ഭയങ്കര ആരവത്തോടു കൂടി വന്നിട്ട് അതിനെ പിടിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് സ്വന്തം വീട്ടിൽ പാമ്പ് കയറി. അതും ക്ലോസറ്റിലാണ് പാമ്പ് കയറിയത്. ഞങ്ങൾ മാക്സിമം വെള്ളമടിച്ച് ടാങ്ക് ഉണ്ടായിരുന്ന ടാങ്ക് മൊത്തം തുറന്ന് ഒരു വിധം ഞങ്ങൾ എന്താ പറയുക പാടുപെട്ട് നോക്കിയിട്ടും ആളെ കിട്ടിയിരുന്നില്ല എന്ന് മാത്രമല്ല മൊത്തം തെരഞ്ഞ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അടുക്കള നോക്കണം, ഇന്ന സ്ഥലത്തൊക്കെ നോക്കണം എന്ന് പറഞ്ഞ് എല്ലായിടത്തും ഞാനും നോക്കി. പക്ഷേ അവർ ഒരു ഭാഗം കാണിച്ചു തന്നത് അവിടെ സ്ഥിരമായിട്ട് അവർ നോക്കലുണ്ട്, ഒക്കെ സാധനങ്ങളൊക്കെ അരിച്ച് പെറുക്കലുണ്ട്, അടിച്ചു വരലുണ്ട്, അവിടെ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ്. എന്നാലും നമ്മൾ ചെറിയൊരു സൈഡൊക്കെ നോക്കിയിരുന്നു. എങ്ങനെ അവിടെ നോക്കിയിട്ട് വലിയ കാര്യമില്ലായിരുന്നു. ഇന്നിപ്പോൾ ആൾ വന്നത് അവരെ കറിൻ്റെ ചട്ടി ഉണ്ടായിരുന്നു, ആ ചട്ടിയിൽ ആൾ ചുരുണ്ട് കിടക്കുകയാണ്. അന്ന് ഇവർ നമ്മളോട് പറഞ്ഞത് ചേരയാണെന്നായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ വന്ന് നോക്കിയപ്പോൾ അസലൊരു മൂർഖനാണ്. ആരെയാണ് കണ്ടത് ബോസേ? മരോള്. മരോള് നെൽച്ചുടിപ്പടിയാണല്ലേ. അപ്പോൾ ആ സമയത്തൊക്കെയാണ് തോന്നുന്നത് സ്ഥിരമായിട്ട് ഇനി എടുക്കണ ഇത് സാധനമൊന്നും അറിയില്ല. എന്തായാലും ആ സമയത്ത് ആ ഒരു പാത്രം അങ്ങോട്ട് നീക്കിയ പാട് എന്തോ ഒരു സൗണ്ടോട് കൂടി അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ചേരാവാനാണ് സാധ്യത എന്നുള്ളത്. കാരണം അന്ന് ചേരനെയാണ് ഇവർ കണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിലാണ് വന്നത്. പക്ഷെ നമ്മൾ നോക്കിയപ്പോഴാണ് നമ്മൾ അസലൊരു കുട്ടപ്പനെ കണ്ട്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു മൂർഖേഷാണ്. ഇവരൊക്കെ ഒരു സംശയമായിരുന്നു ഈ മൂർഖൻ ആണാണോ പെണ്ണാണോ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാത്തിലും മൂർഖലിൽ ആണും പെണ്ണുണ്ട്, ചേരയിൽ ആണും പെണ്ണുണ്ട്, രാജവമ്പാലയിൽ ആണും പെണ്ണുണ്ട്, എല്ലാത്തിലും ആണും പെണ്ണുണ്ട്. അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറിയില്ലേ? ഇപ്പോൾ അവിടെ മുട്ട ഇട്ടിട്ടുണ്ടാവുമോ എന്നാണ് നമുക്ക് എന്താ പറയുക. ഇപ്പോൾ പോയിട്ട് ഇപ്പോൾ അവിടെ മുട്ട ഇട്ടിട്ടില്ല കേട്ടോ, പേടിക്കണ്ട. അപ്പോഴേ നമുക്ക് അധികമൊന്നും ആരവൊന്നും ഇല്ലാത്തൊരു പാമ്പ് കൊടുത്താണിത്. അധികം ആരും ഇല്ല, 2-3 ചെറിയ കുട്ടികളും കാക്കി മരുമകളും ഭാര്യ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ ഉള്ളൂ. വരില്ല കുട്ടികളിൽ. എന്തായാലും വലിയ ഒരു ആരമില്ലാത്തൊരു പാമ്പ് കൊടുത്താണ്. അപ്പോൾ നമ്മളെ റെസ്ക്യൂവിലേക്ക് പോവുകയാണ്. നമുക്ക് ആർക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ആളെ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ബാഗിലാക്കിയിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേ? മറ്റേ കിച്ചന്റെ കബോർഡുണ്ടല്ലോ ഇതിനുള്ളിൽ ഒളിച്ചിരിക്കും. അന്ന് കിട്ടിയിട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞതാണ് ഇവിടെ ഉണ്ട് എന്നുള്ളത്. അന്ന് വരെ നമ്മളെ എന്താ പറയാ ഇവിടെ ഇല്ലാതെ പറഞ്ഞിട്ടേ സാധനം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മളാള് കിടക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. ഇങ്ങനെ അവിടെ സുഖസുന്ദരായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളാളിതിൻ്റെ ഉള്ളിലുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആ മുക്കിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ സൈഡ് മൊത്തം നമ്മളന്ന് തെരഞ്ഞതാണ്. അന്ന് ഉണ്ടാവില്ല അതിൻ്റെ ഇല്ല, ഞങ്ങളൊക്കെ വൃത്തിയാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം സത്യത്തിൽ അവർ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നോക്കിയിട്ടുമില്ല. ഇപ്പം ഈ വേണ്ടാന്ന് പറഞ്ഞ ഭാഗത്താണ് ആള് വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മോൻ പറഞ്ഞല്ലേ, മോൻ സ്കൂളിൽ പോയിട്ടുണ്ടാവില്ലേ, അവൻ പറഞ്ഞത് മഞ്ഞ കളറാണ്. സത്യത്തിൽ അത് മഞ്ഞൻ ഷെയ്ഡുള്ളൊരു മൂർഖനാണ്. അപ്പോൾ നമ്മൾ അവന് മഞ്ഞയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചേരെന്നാണ് വിചാരിച്ചത്. എന്തായാലും ചേരൊന്നല്ല, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു മൂർഖൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ റെസ്ക്യൂക്ക് പോവുകയാണ്.
അവിടെ കട്ട വീഡിയോ പന്താക്കുന്ന സ്ഥലത്ത് ഇതെല്ലോ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് പോകുന്നു. എന്താ സാധനം? പാമ്പ് എന്താ സാധനം? എന്താ സാധനം? കേച്ചിലാവുന്നൊക്കെ പറയില്ലേ, അതാണ് അവസ്ഥ. സംസാരിക്കടാ. വെട്ടി കൊണ്ടാണ് ഇന്നലെയും കൂടി ഒരു കാകാനി ഒരു ചെറിയ 6 വയസ്സുള്ള പാമ്പ് കടിച്ചു. 6 വയസ്സുള്ള 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിനി, പിന്നെ ഒരു 45 വയസ്സുള്ള ഒരു ഏട്ടനി പാമ്പ് കടിച്ചു, മുറുക്കം കടിച്ചു. ഇത് ഏതാ സാധനം? എന്താണ്? എന്തോ ഭാഗ്യം അല്ലേ? അതെന്താ സാധനം? അപ്പോഴേ നമ്മൾ ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ നമ്മൾ ആളെ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ബാഗിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആരോ ചോദിച്ചിക്കല്ലേ ചോദിച്ചേ, പണ്ടത്തെ മുതലാളിയാണ്, പണ്ടത്തെ പാമ്പിന്റെ കഴിഞ്ഞ ദിവസം നമ്മൾ കെന്റീന്ന് പിടിച്ച പാമ്പിന്റെ മുതലാളിയാട്ടത്. രണ്ടാളെ ഇരട്ടക്കുട്ടികളായി നിൽക്കുകയാണ് കണ്ടു. പിന്നെ ഇപ്പൊ ഇത് ഏത് പാമ്പാന്നാ ചോദിച്ചത്? ഇത് മൂർക്കനാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് അത്യാവശ്യം നല്ല പത്തി വിടർത്തിയിരുന്നു. എന്തോ പടച്ചോന്റെ ഒരു കാരുണ്യം കൊണ്ട് മാത്രമാണ്. ആരായിരുന്നു? നിങ്ങളായിരുന്നു അല്ലേ മരുമകള് രക്ഷപ്പെട്ടത്. എന്തായാലും സത്യം എപ്പോഴോ ചെയ്ത പുണ്യം കൊണ്ട് കഴിച്ചിലായത്. കാരണം അത്യാവശ്യം നല്ല അഗ്രസീവായ മൂർക്കനാണ്. ഇപ്പോൾ പിടിക്കുന്ന സമയത്ത് തന്നെ പത്തിയൊക്കെ വിടർത്തി കൊത്താനൊക്കെ വന്നിരിക്കുന്നത് അവിടെ. അപ്പോൾ അഥവാ നിങ്ങൾ കൈയിടുകയെന്നുണ്ടെങ്കിൽ കൈയിട്ടിരുന്നില്ലേ, സന്തോഷം. എന്തായാലും ഭാഗ്യമാണ്. ഏത് പാമ്പിനെ പിടിക്കല്ലേ? നമുക്ക് ഭയങ്കര ഈ അടുക്കളയിൽ കറിച്ചടിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം ആർക്കെങ്കിലും ഇത് സംഭവിച്ചാൽ എപ്പോഴും സംഭവിക്കണ ഒരു ഏരിയയാണ് ഈ അടുക്കള എന്ന് പറഞ്ഞാൽ. അന്ന് ഞാൻ ഒരുപാട് വട്ടം ഞാൻ താക്കി കൊടുത്തത് സാധനം ഇവിടെ ഉണ്ട് ഇത് സംഭവിച്ചില്ല. എന്തായാലും ആർക്കും ഒരു അബദ്ധം വരാത്ത രീതിയിൽ നമ്മൾ ആളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്നത്തെ ഈ റെസ്ക്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ അന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, താങ്ക് യു.